ജയേട്ടൻ എന്താ ആ കുടുംബത്തിലുള്ളതല്ലേ? പ്രിയ ചേച്ചി എന്താ ആ കുടുംബത്തിലുള്ളതല്ലേ? ആയിഷു ആ കുടുംബത്തിലുള്ളതല്ലേ? ആ, ഇതൊക്കെ നിരത്തി ചോദിക്കണം. ചോദിക്കും. ഇന്ന് ഈ രാത്രി തന്നെ പോയി ചോദിക്കും. എന്റെ ഭാര്യയെയും അവളെ അച്ഛനെയും അവളെ അമ്മയെയും അവളെ അനിയനെയും അനിയന്റെ ഭാര്യയെയും ഞാൻ നിരത്തി നിർത്തി ചോദിക്കും. ഞാൻ നിൽക്കുവാ. അതേറ്റു. ഇന്നിനി രാജുവിനും മൃതികയ്ക്കും ശിവരാത്രി ആയിരിക്കും. ഇന്ന് അവിടെ ഒരു ഭൂകമ്പം നടക്കും. നീ ഉറക്കില്ല, ഒന്നിനും ഉറക്കില്ല. എനിക്ക് കിട്ടാനുള്ളതെല്ലാം ഞാൻ ഇന്ന് മേടിക്കും. അല്ലാതെ ഒരുത്തനും ഉറങ്ങണ്ടെന്ന്. എടാ, നീയല്ലേ പറഞ്ഞത് കുറച്ചു മുമ്പ് നീ നന്നായെന്ന്? എടാ, ഞാൻ നന്നായില്ല. നന്നാവാൻ അവര് സമ്മതിക്കില്ല. എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ടാ. എല്ലാവർക്കും ആ ഹൃദയ ക്യാഷ് കൊടുത്തപ്പോ ഞങ്ങളെ മാത്രം തേച്ച് അങ്ങ് ഒതുക്കി. ആ തേപ്പുകാരെ ഞാനൊന്ന് ശരിയാക്കും. നീ ഇത് എന്ത് ഭാവിച്ച? നീ ഒന്ന് അടങ്ങിയിരുന്നേ. നീ ഇവിടെ. എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. എന്റെ തനി സ്വഭാവം അറിയും. എടാ, ഇയാളിത് എവിടെ പോയി കിടക്കുക? ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് എത്ര നേരമായി? എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട്. ഞാൻ ആരാന്നറിയൂ. പറ്റിച്ചു. എല്ലാരും കൂടി ചൈനെ പറ്റിച്ചു. ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും എല്ലാരും പറ്റിച്ചു. നീ ഒരു പാവമായിട്ടല്ലേ ചെയ്യാ? നിന്നെ എല്ലാരും ഇങ്ങനെ തഴഞ്ഞിട്ടിരിക്കുന്നത്. ജയൻചേട്ടാ, പതുക്കെ. എന്ത് പതുക്കെ? നോ, നോ വേ. ടുഡേ ഈസ് മൈ ഡേ. ജയന് പറയാനുള്ളതൊക്കെ ഉറക്കെ വിളിച്ച് പറയും. എന്റെ പിശുക്ക് അമ്മായി അച്ചായി ഞാൻ പറയുന്ന കേട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. ആ ശരി, ഞാൻ പോയിട്ട് ജയൻചേട്ടൻ ബഹളം വെച്ചാ മതി. ഇപ്പൊ ഞാൻ പറയുന്നത് കേക്ക്. നിന്നോട് ആരായുടെ ഈ രാത്രി ഇവിടെ നിൽക്കാൻ പറഞ്ഞ്? നീ വീട്ടിലാണോ താമസിക്കുന്നത്? നിന്നെ ഇനി വാടക പിരിക്കാനല്ലാതെ ഈ വീടിന്റെ പരിസരത്ത് കണ്ട എല്ലാത്തിനും ശരിയാക്കും ഞാൻ. പറഞ്ഞേക്കാം. എന്റെ പൊന്ന് ജയൻചേട്ടാ, ഞാനല്ലേ ജയൻചേട്ടനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നീയോ? ആ, ഞാനല്ലേ ചേട്ടനെ ഫോണിൽ വിളിച്ചേ. സോറി, ഐ വെരി സോറി. ഞാൻ അല്പം ഫിറ്റ് ആയി പോയി. എന്റെ മെമ്മറി ഫുൾ ഔട്ടായി. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഹൃതിക മാഡത്തിന് 1 സമ്മാനം കിട്ടി, എനിക്ക് മാത്രം തന്നില്ല അല്ലേ? ആ അതെ, അത് തന്നെ. ഇതും കൂടി കുടിച്ചോ. ഇത് കുടിച്ചിട്ട് ആ മന്ത്രിയുടെ മോളുടെ മുഖത്ത് നോക്കി നല്ല പച്ച മലയാളത്തിൽ ചീത്ത വിളിക്കണം. ഹൃതിക പോയി കിടന്ന് സമാധാനമായി ഉറങ്ങിക്കോ. രമ്യയെ ചീത്ത വിളിക്കുന്ന കാര്യം ഈ ജയനേറ്റു. അയ്യോ എന്റെ ദൈവമേ, ഇത് മൊത്തം കൊളാവുമല്ലോ. എന്നെ അല്ല, ഋതികയെ വേണം ചീത്ത വിളിക്കാൻ. ഓക്കെ, ഋതികയെ ചീത്ത വിളിക്കുന്ന കാര്യം ഈ രമ്യ ഏറ്റു. രമ്യേ അല്ല ഋതികേ, എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട്. വീണ് ഇവിടെ ആരുമില്ല. ഇവിടെ എല്ലാരും ഒന്ന് ഇറങ്ങി വന്നേ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ചവിട്ടി പൊളിച്ച് കയറിയാണല്ലോ. ആരുമില്ലെന്ന്. ആ അതല്ല കളവാന്. എന്താടാ വീടിന്റെ മുറ്റത്തായിരുന്നു ബഹളം ഉണ്ടാക്കണേ? അതെന്താ വെച്ചാ എനിക്ക് ഈ വീട്ടിൽ രാത്രി വരാൻ പാടില്ലേ? നീ കുടിച്ചിട്ടുണ്ടോ? എന്റെ കൈ കാശുണ്ടെങ്കിൽ ഞാൻ കുടിക്കും, അല്ലെങ്കിൽ കുപ്പി വാങ്ങി പൊട്ടിച്ച് തലയെ കൂടെ ഒഴിക്കും. അതെന്റെ സൗകര്യം.
നല്ല ഫിറ്റാ. ചേട്ടാ എന്താ ഇത്? നീ മിണ്ടി പോരുത്. എനിക്ക് സംസാരിക്കാനുള്ളത് നിന്റെ അച്ഛനോടും നിന്റെ അമ്മയോടും. എന്താ ചെയ്യാ നിന്റെ പ്രശ്നം? നീ ഇങ്ങനെ രാത്രിയില് വീടിന് മുന്നിൽ വന്ന് ബഹളം ഉണ്ടാക്കിയ കേൾക്കുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും? അയ്യേ, ഈ നാട്ടിലുള്ളതെന്നല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം ജയൻ സത്യസന്ധനും സൽസ്വഭാവിയാണ്. ഈ വീട്ടിൽ ഒരു ലോട്ടറി അടിച്ചിട്ട് ഈ ജയന് ഒരു ചില്ലി കാശ് തരാത്തത് മോശമായി. മോശം എന്ന് പറഞ്ഞ മോശം 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 മോശം. എന്ത് ലോട്ടറി? എന്തടിച്ചെന്നാ നീ പറയണേ? അഭിനയം. ഈ വീട്ടിലുള്ള മന്ത്രിയുടെ മോളേന്ന് കുറെ കാശ് കിട്ടിയിട്ട് എനിക്കൊരു ചില്ലി കാശ് തരാത്തത് തന്നോ നിങ്ങള്? പോയാ? എടാ, നീ ഇവിടെ നിന്ന് പിച്ചും പേയും പറയാതെ കേറി വാടാ. ഇല്ല, എന്റെ വീതം കിട്ടാതെ ഞാൻ വരില്ല. പ്രിയ, നീ ഇവരെ പിടിച്ചേ. ഇവര് കൊടുക്കേണ്ട വീതം ഞാൻ കൊടുക്കാം. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. തുടരുത്, തുടരുത്, തുടരുത്. ഇങ്ങോട്ട്. വിടറിയല്ല. മര്യാദക്ക് നടന്നു. മുണ്ടിൽ ചവിട്ടി പിടിക്കൽ അഴിയും. ഈ പാതിരാടെ അവിടെ കൊണ്ടുവച്ച് എന്തായി കാണിക്കുന്നത്? എന്താ ചേട്ടാ ഇത്? ഈ കോലത്തില് ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറയൂടി, എനിക്കും കൂടെ അവകാശപ്പെട്ട വീടായത്. എനിക്ക് തോന്നുമ്പോ ഞാൻ ഇവിടെ കയറി വരും, തോന്നുമ്പോ ഞാൻ ഇവിടെ ഇറങ്ങി പോകും. ഇവരെ ഞാനിന്നും വേണുട്ടാ, വേണ്ട, ഞാനല്ലേ പറയുന്നേ. ജയൻ ചേട്ടൻ ഈ ചെയ്യുന്നത് തീരെ ശരിയല്ല കേട്ടോ. എന്നെ തെറ്റി ശരി പഠിപ്പിക്കാനേ എനിക്ക് എന്റെ ഭാര്യയുണ്ട്, ഭാര്യയുടെ അനിയുണ്ട്, ഭാര്യയുടെ അമ്മ അച്ഛനും ഉണ്ട്. മന്ത്രിയുടെ മോളെ ഭരണമൊക്കെ അങ്ങ് മന്ത്രിയുടെ വീട്ടിൽ മതി കേട്ടാ. അച്ഛൻ നാട് ഭരിക്കുന്ന ആളാണെന്ന് കരുതി എന്നെ ഉപദേശിക്കാൻ വന്നോണ്ടല്ലേ എന്റെ സൂക്ഷിച്ച് സംസാരിക്കണം. ഭാര്യയെ പറഞ്ഞപ്പോ ഭർത്താവിന്റെ പൊള്ളി. അളിയ, ഇനി അളിയൻ വാ തുറന്ന അളിയന്റെ വായിൽ ഞാൻ പുളിവെള്ളം കലക്കി ഒഴിക്കും. അയ്യോ, എന്റെ പൊന്നും മോനെ ചതിക്കരുത്. അടിച്ചതൊക്കെ വെറുതെ ആയി പോവും. അളിയൻ ഇനി ഒരു അക്ഷരം മിണ്ടൂല, സത്യം. പ്രകടനം കഴിഞ്ഞെന്ന് തോന്നുന്നു. മാഡം മുറിക്കകത്ത് നോക്കോ. ഇവൻ ഉറങ്ങിയതിന് ശേഷം മാഡത്തിനെ ഇവിടെ ഒന്ന് വിളിക്കും. അയ്യോ, ഇവിടെ ആരും അത്തോടൊന്നും കഴിക്കുന്നില്ലേ? അത്തായം പ്രിയ പിടിച്ചോണ്ട് കിടത്താൻ നോക്ക്. ചേട്ടാ കുടിച്ചു ബോധമില്ലാതെ കയറി വന്നിട്ട് അത്തായം വേണമെന്ന്. അത്തായം വീട്ടിൽ എന്തിനാ? ഇവിടെ വാള് വെക്കാനോ? അച്ഛാ വേണ്ട. ചേട്ടൻ വന്നേ. ദേ വിടറി. വിട്. നീ പുറത്തു പോയി ആ രമ്യ അവിടെ തന്നെ ഉണ്ടോ പോയോന്ന് പോയി നോക്കിട്ടോ. രമ്യ? ചേട്ടൻ എന്താ ഈ പറയുന്നേ? ഇവന് പൂസും പോയി വെളിവും പോയി പ്രാന്തായോ? എടി പോയി നോക്കിട്ട് വാടി. ചെല്ല. ഓ എന്താ? ആ ഇപ്പൊ വരും. പുറത്താരുമില്ല. ആ ഹൃതിക മേഡം, അളിയാ, നിങ്ങൾ എല്ലാരും എന്നോട് ക്ഷമിക്കണം. സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, സത്യം. അവളില്ല രമ്യ, അവളെന്നെ വിളിച്ചു പറഞ്ഞ് എന്നെ ഒന്ന് ഏഷണി കയറ്റാൻ നോക്കി. എന്നാ പിന്നെ അവൾക്കിട്ട് പണിയെടുക്കാന്ന് ഞാനും കരുതി. ഞാൻ ഇവിടെ വന്ന് കുടിച്ച് ബഹളം ഉണ്ടാക്കി ഇനി അങ്ങോട്ടും ഇവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് അവൾ വിചാരിച്ചോട്ടെ. എങ്ങനെയുണ്ട് ഐഡിയ? ജയ, ഇനി വന്നേ. ഓ, എന്താ അമ്മേ? നിന്നെ വിട് അമ്മേ, വിട്. വിടമ്മേ. രമ്യ അങ്ങനെ നിന്നെ വിളിച്ചു പറഞ്ഞെങ്കിൽ അത് പ്രിയോടോ രാജുവിനോടോ ഒന്ന് വിളിച്ചു പറഞ്ഞ പോരായിരുന്നോ?
പറഞ്ഞൂടായിരുന്നു അളിയ. നീ എന്തിനാ ഇങ്ങനെ ബഹളം വെച്ച് അഭിനയിച്ചത്? രാധമ്മേ, ഞാൻ പറഞ്ഞില്ലേ രമ്യയെ പറ്റിക്കാൻ. ഞങ്ങളെല്ലാം കുറച്ചു നേരത്തേക്ക് നീ തീ തിരിച്ചു കളഞ്ഞല്ലോടാ. എന്നാലും ഈ രമ്യക്ക് ഇത് എന്തിന്റെ പ്രശ്ന? ഇത് അവളോട് ചോദിക്കണമല്ലോ. ചോദിച്ചില്ലെങ്കിലേ ശരിയാവില്ല. അളിയ വേണ്ട, രമ്യക്ക് അസൂയ. ഹൃതികമാടവും അളിയനും സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് അവൾക്കൊരു കുട്ടി കുശുമ്പ്, അത്രേ ഉള്ളൂ. അതിനെ അറിഞ്ഞതായിട്ട് ഭാവിച്ച് വഴക്കിലൊന്നും പോണ്ട. എത്രയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലും ഹൃതിക മേഡവും അളിയനും സന്തോഷായിട്ട് വഴക്കൊന്നുമില്ലാതെ ജീവിച്ചാൽ മതി. പാചക മത്സരത്തിന് 1ാം സമ്മാനത്തെക്കാൾ വലിയ സമ്മാനം വാങ്ങിയ ഹൃതിക മേഡത്തിന് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അച്ഛാ, ഹൃതിക മേഡത്തിന്റെ പേരില് ഒരു ശത്രു സംഹാര പൂജ നാളെ തന്നെ നടത്തും. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ചേട്ടാ? ആ, എടുക്ക്. അതെന്ത് ചോദ്യം ഹൃതിക മേഡം? ഭക്ഷണം എടുക്ക്, വിശന്നിട്ട് കുടലേറിയുന്നു. രാധമേ വാ. വടി. ശരി അളിയ. അച്ഛാ, ഇവിടെ നിന്ന് ബഹളം വെക്കാനേ രമ്യ ഒരു ബോട്ടിൽ എടുത്തു തന്നിരുന്നു. സാധനം കയ്യിലുണ്ട്. ഈ സന്തോഷത്തിന് നമുക്കൊരെണ്ണം അടിച്ചാലോ? ഒന്ന് പോടാർന്ന്. അവനെങ്ങാനും കേട്ട എന്നെ ശരിയാക്കും. ശ്വാസം നിറഞ്ഞ എന്നെ കൊല്ലും. വേണ്ടെങ്കി വേണ്ട, ഞാനിത് സുശീലനായിട്ട് സോഡയും ചേർത്തടിച്ചോളാം. എന്താണ് അച്ഛനും മരുമകനും കൂടി ഒരു സ്വകാര്യം? ഒന്നുമില്ല. മരുമ സന്തോഷത്തോടെ പറയുന്നല്ലേ. വേണമെങ്കിൽ ഒരെണ്ണം അയക്കോ. ആണോ? ജയ, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എന്താ അച്ഛാ? വാ, ഞാൻ പറയാം. ഋതിക മേഡം, വേഗം റെഡിയാവുക, സമയം വൈകുന്നു. മരുന്ന് രാജു. ആ, എന്താണ് ഇന്നൊരു ദിവസം ലീവ് എടുത്തൂടെ? നമുക്കെല്ലാരും കൂടി പുറത്തോട്ടൊക്കെ പോയിട്ടെ ഒരു സിനിമയെ കണ്ടിട്ടൊക്കെ വരാന്നേ. ആ, കൊള്ളാം. നല്ല കഥയായി. വർമ്മ സാർ ഇലക്ഷൻ വർക്കിന്റെ തിരക്കില്ല. സമയം കളയണ്ടേ, എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഇന്നൊരു ദിവസം അവധി എടുക്കളിയാ? ഏയ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിന്റെ ഷർട്ട് അവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ, അളിയ, ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. അതുകൊണ്ടോ ഹൃദയം മേഡം, ഒന്നിങ്ങൊന്നൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? അച്ഛൻ ഇന്നലെ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്ത്? ഹൃതിക മേഡത്തിന്റെയും അളിയന്റെയും കല്യാണ കാര്യം. എന്തു പറഞ്ഞു? വാസ്തവത്തില് നിങ്ങളുടെ വിവാഹകാര്യത്തിൽ നടന്നെന്തൊക്കെയാണെന്ന് അച്ഛൻ അറിയാം. ചേട്ടൻ എന്താ ഈ പറയുന്ന? അതായത് അപ്പൊ എല്ലാം വേണുങ്ങളുടെ അറിയായിരുന്നു അല്ലേ? നിങ്ങൾ രണ്ടാളുടെയും വിവാഹം ശരിക്കും നടത്തി. രാജു ഋതിക മാഡത്തെ ഉപേക്ഷിക്കാത്ത വിധം രാജുവിനെ ഒന്ന് പൂട്ടാൻ അച്ഛനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പ്ലാൻ? അതൊക്കെ പറയാം. ഋതിക മേഡം, മേഡം നമുക്കിറങ്ങാം. ഇറങ്ങാം. ആ, നീ ഇറങ്ങാൻ തുടങ്ങാറുന്ന? ആ, അതേച്ചാ. അല്ല അങ്കിളെ, എന്താ ഈ വഴിക്കൊക്കെ? വേണുവിന് സുഖമില്ലായിരുന്നപ്പോ ആശുപത്രിയിൽ വന്നതല്ലാതെ നേരിട്ട് വന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. എങ്കിൽ ഈ വിദ്വാനെ നേരിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാ. ജംഗ്ഷനിൽ വന്നപ്പോ ആളവിടെ നിൽക്കുന്നു. എങ്കിൽ പിന്നെ ഇവിടെ വന്ന് രാധമ്മയുടെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കാന്ന് കരുതി. അങ്കിളെ, അച്ഛന് സുഖമില്ലാതായപ്പോ കൃത്യസമയത്ത് അങ്കിളെ സഹായിച്ച
അതിനെങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അങ്കിള് തന്ന 1 ലക്ഷം രൂപ എനിക്ക് കുറച്ച് സമയം തന്ന കഴിയുന്നത്ര വേഗത്തില് ഞാനത് തിരിച്ചു തരാം. അത് ഞാനും വേണു തമ്മിലുള്ള ഇടപാടല്ലേ. രാജു അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും ഒന്നും വേണ്ട. എന്റെ സുഹൃത്തിന്റെ മകനെന്ന് വെച്ചാൽ എന്റെ മകന്റെ അതേ സ്ഥാനമാണ്. ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ രാജുവിനോടൊരു കാര്യം ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത്. രാമകൃഷ്ണൻ ചേട്ടാ. ആ കേട്ടോ രാധമേ, എന്റെ മക്കളൊക്കെ വിദേശത്താണെന്നറിയാലോ. അറിയാം. അപ്പോ മൂത്തവന്റെ ദുബായിലെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വിശ്വസ്തനായ ഒരാളെ വേണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. രാമകൃഷ്ണൻ രാജുവിന്റെ കാര്യം മകനോട് പറഞ്ഞു. രാജുവിന് രാമകനും മരുവനും നന്നായിട്ട് അറിയാം. നിനക്കറിയില്ലടാ മനുവിന്? ആ അറിയാം. പിന്നെ രാജുവിനെ ദുബായിലേക്ക് അയക്കാമെന്ന് ഞാൻ മകന് വാക്ക് കൊടുത്തു. ദുബായിയോ? ക്ഷമിക്കണം, നിങ്ങളോടുള്ള സ്വാതന്ത്ര്യം മുതലെടുത്തു എന്ന് വിചാരിക്കരുത്. വെറുതെ ഒരു മേൽനോട്ടക്കാരനായി തുച്ഛമായ ഒരു ശമ്പളക്കാരനായിട്ടല്ല അവൻ രാജുവിനെ ദുബായിലേക്ക് ക്ഷണിക്കുന്നത്. 1.5 ലക്ഷം രൂപ മാസ ശമ്പളവും താമസവും മറ്റ് ചിലവുകളും അവൻ നോക്കാൻ തയ്യാറാ. ഈശ്വര, അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ രാജു. അതേളിയ മാസ ചെലവും പോയിട്ട് ഇത്രയും വലിയ സാലറി എന്ന് പറഞ്ഞ അത് വലിയൊരു കാര്യമല്ലേ? അതെ. ആ അല്ല, പക്ഷെ ഞാനങ്ങനെ ഒരു ജോലിയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. മാത്രമല്ല ഈ ഇലക്ഷൻ സമയത്ത് വർമ്മ സാറിനെ ഉപേക്ഷിച്ച് രാജു, അതൊക്കെ അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ട് രാജു അത് നിരസിച്ചു എന്നറിഞ്ഞ അച്ഛന് ദേഷ്യമാവും. വേണു, ഞാൻ മകൻ ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ വിവാഹം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഫാമിലിയായി വന്നു നിന്ന് ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളോടൊന്നും അനുവാദം ചോദിക്കാതെ രാജു വരുമെന്ന് ഉറപ്പ് പറഞ്ഞുപോയി. ഇനി ഞാൻ എങ്ങനെ അവനോട് വാക്ക് മാറ്റി പറയും? ഫാമിലി ആയിട്ടോ? എന്താ ചെയ്തൊക്കെ? ഒരത്യാവശ്യ സമയത്ത് എന്റെ ആരോഗ്യനില മോശമായപ്പോ ആശുപത്രിയിൽ നേരിട്ട് വന്ന് സഹായിച്ച ആളാ രാമകൃഷ്ണൻ. ആ രാമകൃഷ്ണൻ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ നീ അത് സമ്മതിക്കുന്നു ഞാൻ കരുതിയിടാ. അച്ഛാ, എടോ, ഇവിടെ ഞാൻ കാരണം നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ ഒരു പിണക്കം വേണ്ട. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കെ. മനുവിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായിക്കൊള്ളാം. രാമകൃഷ്ണൻ ചേട്ടാ, അങ്ങനെ പിണങ്ങല്ലേ. രാജു ഒന്നീ ഒന്ന് എന്താളിയാ? വാ വാ പറയട്ടെ. രാജു, അദ്ദേഹം ഒരു വലിയ പ്രതിസന്ധി സമയത്ത് നമ്മളെ സഹായിച്ച ആളാ. പിന്നെ ഇപ്പോഴും അയാൾ നമ്മളെ സഹായിക്കാൻ തയ്യാറാ. അദ്ദേഹത്തെ വിഷമിപ്പിച്ച അച്ഛന് വിഷമാവും. അച്ഛനെ വിഷമിപ്പിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? ഞാനിപ്പോ എന്താ വേണ്ടേ? രാജു ഒന്നും പറയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. വാ വാ. അച്ഛാ, ഋതികയുമായി ദുബായിലേക്ക് പോവാൻ രാജു തയ്യാറാ. അളിയ, ഇപ്പൊ അളിയ ഒന്നും ചാടിക്കറി പറയല്ലേ, എല്ലാം നമുക്ക് ശരിയാക്കാം. എങ്കിൽ സന്തോഷം, ഞാൻ അവനെ വിളിച്ചു പറയാം. ആ പിന്നെ രണ്ടുപേരുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സും മാരേജ് സർട്ടിഫിക്കറ്റും വേണം. മാരേജ് സർട്ടിഫിക്കറ്റോ? അതെങ്കിലേ രാജുവിന്റെ ഋതിക മേഡത്തിന്റെ കല്യാണം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അത് പ്രശ്നമല്ല. പഞ്ചായത്തിൽ ചെന്നാൽ ഒറ്റ ദിവസം കൊണ്ട് മാരേജ് രജിസ്റ്റർ ചെയ്യാം, സർട്ടിഫിക്കറ്റും വാങ്ങാം. മാരേജ് രജിസ്റ്റർ ചെയ്യണോ? പിന്നെ വിവാഹം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യണ്ടേ അളിയ? അളിയ, അച്ഛന്റെ ആരോഗ്യം നോക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് കാണാം. ഇതിപ്പോ വലിയ പുലിവാലായല്ലോ. രാമകൃഷ്ണൻ അങ്കിളാണെങ്കിൽ ഒരു ആപത്ത് സമയത്ത് ഉപകരിച്ച ആളായതുകൊണ്ട് വെറുപ്പിക്കാനും പറ്റില്ല. ഈ ദുബായ് പോക്കും മാരേജ് രജിസ്ട്രേഷൻ ഒന്നും നടക്കില്ലെന്നോ?
എങ്ങനെ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം? അയ്യോ, എൻ്റെ അമ്മ. ലതിക മാഡം ഒന്ന് നിന്നേ. എന്താ രാജു? എന്താ രാജുന്നോ? അവര് ദുബായി, ജോലി, മാരേജ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോ പറ്റില്ലെന്ന് പറഞ്ഞോടായിരുന്നോ? അത് ഞാനാണോ രാജു പറയണ്ടേ? രാജുരോട് ആവശ്യപ്പെട്ട കാര്യം പറ്റൂ ഇല്ലയോന്ന് രാജു അല്ലേ പറയണ്ടേ? ഞാനാണോ? ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മാഡം എന്തിനാ സൈലന്റ് ആയിട്ട് നിന്ന്? എന്നെ മാഡം കൂടി നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ മാഡത്തിന് ദുബായി പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ രാമകൃഷ്ണൻ അങ്കിളിനെ വെറുപ്പിക്കാതെ വളരെ സ്മൂത്ത് ആയിട്ട് ആ പ്രശ്നത്തിന് എനിക്ക് ഊരായിരുന്നല്ലോ. ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഞാനാണെങ്കി ചെറുപ്പത്തിലെങ്ങാണ്ട് ചെറിയമ്മയോടും ചെറിയച്ചനൊപ്പം ദുബായിക്ക് പോയതാ. ദുബായ് ഇപ്പോഴേ പഴയതൂരൊന്നും അല്ല രാജു, ഒരുപാട് മാറി. നമുക്കൊന്ന് പോയി ദുബായ് ഒക്കെ കണ്ടിട്ട് വരാം രാജു. അതുകൊള്ള. അപ്പൊ മാഡത്തിന്റെ മനസ്സിലിരിപ്പും ഇതായിരുന്നു അല്ലേ? മാഡം, വർമ്മ സാറിന്റെ കൂടെയുള്ള PA ജോലി വേണ്ടാന്ന് വെച്ച് ഞാൻ എങ്ങനെ ദുബായി പോയി ജോലി ചെയ്യും? അതിന് അച്ഛന്റെ കൂടെ ജോലി ചെയ്തിട്ട് സാമ്പത്തികമായി രാജുവിന് നേട്ടമൊന്നും ഇല്ലല്ലോ. അച്ഛൻ തരുന്ന സാലറി അല്ലാതെ നയാ പൈസ രാജു അച്ഛൻ നിർബന്ധിച്ച് തന്നാലും അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങില്ല. ഇതിപ്പോ നല്ലൊരു ജോലി, നല്ല ഉയർന്ന സാലറി. നമുക്ക് ദുബായിക്ക് പോവാൻ രാജു. മാഡം നടക്കുന്ന കാര്യമല്ല ഉണ്ടെങ്കിൽ പറ. ദുബായിൽ പോയി ജോലി ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല.